തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും ട്വിറ്ററിലൂടെ തുറന്നെഴുതുന്ന നടനാണ് സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രമുഖ തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് ബിജെപിയെ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന നടനാണ് തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സിദ്ധാർത്ഥ് നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞുനോക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെ ജോലിയെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് ബിജെപിയെ ഓർമ്മിപ്പിക്കുന്നത്. കന്നുകാലി കച്ചവടത്തെപ്പറ്റി നേരിട്ടും സിദ്ധാർത്ഥ് വിമർശനം തൊടുക്കുന്നുണ്ട്. കന്നുകാലി ചന്തയെക്കുറിച്ചുള്ള ലഹളകൾ അനാവശ്യവും ജനങ്ങളെ ധ്രുവീകരിക്കുന്നതുമാണ്. സംസ്ഥാന സർക്കാരുകൾ കശാപ്പ് അനുവദിക്കുകയോ നിരോധിക്കുകയോ ചെയ്യട്ടെ, കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ പ്രതികരണം. ബിജെപി സർക്കാരിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെയും സിദ്ധാർത്ഥ് ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഭക്തരും ഇടതുപക്ഷക്കാരും ഒക്കെയുണ്ട്. അടിസ്ഥാനപരമായി ഞങ്ങൾ വെറും ഇന്ത്യക്കാരാണ്. ജീവിക്കാൻ അനുവദിക്കൂ, വെറുപ്പ് അവസാനിപ്പിക്കൂ എന്ന് സിദ്ധാർത്ഥ് തുറന്നെഴുതുന്നു. പശുവിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനിറങ്ങിയ ബിജെപിയുടെ മുഖത്തേറ്റ അടിയായിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ പോലൊരു പ്രമുഖ താരത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്.